ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് വേറൊരു മൂവീൻ്റെ ട്രെയിലർ റിയാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം ബാലയ്യൻ്റെ ഡാക്കു മഹാരാജ എന്ന് പറയുന്ന മൂവീൻ്റെ ട്രെയിലർ, അത് റിയാക്ട് ചെയ്യാനാണ്. അപ്പം ഇതിൻ്റെ മുമ്പിൽ നമ്മുടെ മലയാളി നടനായ ദുൽഖർ സൽമാൻ ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ ഇതിനകത്ത് ഇല്ല എന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പോസ്റ്ററും പാട്ടും ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു റിലീസ്, അതായത് ജനുവരി 12 അപ്പോൾ ഇന്നലെ തന്നെയാണ് വേറൊരു ടീസർ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇന്ന് ഇവിടെ ജനുവരി 12 ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ത്യയിലത്തെ അവിടുത്തെ റിയാക്ഷനും ഇതൊക്കെ കുറച്ച് കണ്ടായിരുന്നു ഞാൻ ഷോർട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ ട്രെയിലർ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് വരാം. అనగనగా ఒక రాజుండేవాడు. చెడ్డవాళ్ళంతా ఆయన్ని డాకు అనేవాళ్ళు. మాకు మాత్రం మహారాజు. నమస్తే సీతారాం గారు. నానాజీ అమ్మ. నీకు నువ్వే జియాని పెట్టుకుంటే నేను నీకు రెస్పెక్ట్ ఇవ్వాలా? Both are same. Both are not same. చెప్పింది వినాలి, ఇచ్చింది తీసుకోవాలి. ఏంట్రా వీడు ఇంత ప్రెస్టేషన్ గా ఉన్నాడు? యానిమల్స్ తో బిజినెస్ చేయడం మా ఫ్యామిలీ వృత్తప్ప. ఈ అడవిలో ఎన్నో మృగాలున్నాయని భయపడుతున్నా. ఏ ఎలుగుబంటో పులో వస్తే ఇక్కడ కింగ్ ఆఫ్ జంగిల్ ఉన్నాడమ్మా. వాడి ముందు నువ్వు కాదు, నేనుండాలి. అసలు ఎవరా నువ్వు? మైకేల్ జాక్సన్. കിടിലിനൊരു ട്രെയിലറായിരുന്നു. 3 മിനിറ്റ് പ്ലസ് ഉണ്ട് അത് ട്രെയിലർ. ഇന്നലെ ഒഫീഷ്യലായിട്ട് സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് ആണത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തത്. ബാലൻ്റെ എല്ലാ സിനിമകളെയും പോലെ തന്നെ ഇതൊരു മാസ സിനിമ തന്നെയാണ്. പല ഇതിൽ ക്ലൈമറ്റിൽ കൂടുതലൊക്കെ കാണിക്കുന്നുണ്ട്. സ്നോ ഉണ്ട്, ഫയറുണ്ട്, എല്ലാം കിടുക്കാഴ്ച തന്നെയാണ്. കുറേ ആക്ടേഴ്സ്, കുറേ കാസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. മെയിനായിട്ട് തന്നെ ബാലൻ്റെ പല ഫയർ പരിപാടികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോനെ കണ്ടു ഇതിനകത്ത്. ദുൽഖർ ഉണ്ടെന്നായിരുന്നു ആദ്യം പറഞ്ഞു, പക്ഷെ ദുൽഖർ ഇല്ല ഇതിനകത്ത്. ട്രെയിലറിനകത്തൊന്നും കാണുന്നില്ല. ഒഫീഷ്യലായിട്ട് പറയുകയും ചെയ്തു ദുൽഖർ ഇല്ല എന്ന്. ഷൈൻ ടോം ചാക്കോ ഉണ്ട്, ഷൈൻ ടോം ചാക്കോനെ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ആനിമലിലെ വില്ലൻ, അതേ വില്ലൻ തന്നെയാണ് ഇതിനകത്തെ വില്ലൻ, ബോബി ഡിയോൾ. അപ്പം ബോബി ഡിയോൾ ഇതിനകത്ത് നല്ല മാസമായിട്ട് ഇതിനകത്തൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രകാശ് രാജ് ഇതിനകത്ത് ഉണ്ടെന്നാണ് ഒഫീഷ്യൽ കാസ്റ്റിങ്ങിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേങ്കിലും ട്രെയിലറിനകത്ത് കണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ കുറേ ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, കുറച്ച് കോമഡിയൊക്കെ ഉണ്ട്. പിന്നെ ഉർവശി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ്സാണ് എൻ്റെ നടിയായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറേ നല്ല മൊമെൻറ്റ്സ്, നല്ല കോമഡി സീൻസ്, ആക്ഷൻ സീൻസ് എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് 12 ഇന്നലെ നാട്ടിലെല്ലാം ഇറങ്ങി. അപ്പം നല്ല തിയേറ്റർ റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നേക്കുന്നത്.
അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിയാക്ഷൻ. അപ്പം സി യു ബൈ.